പാലക്കാട് യാക്കരയിൽ വീടിന് മുൻപിലിരുന്ന വയോധികയുടെ മാല പറിച്ചെടുത്ത് മോഷ്ടാവ് കടന്നുകളഞ്ഞു. യാക്കര സ്വദേശിനി വിജയലക്ഷ്മിയുടെ മാല കവർന്നാണ് കള്ളൻ ഓടി രക്ഷപ്പെട്ടത്. CCTV ദൃശ്യങ്ങളുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഗോകുൽ VS ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, രാത്രി 7:30 സമയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീടിന് പുറത്തൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന ഒരു വീട്, അവിടെ ഇതുപോലെ 7:30 സമയം എന്ന് പറയുന്നത് ഒരു കള്ളൻ വന്ന് മാല പറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അവിശ്വസനീയമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കള്ളന് പിന്നാലെ പാഞ്ഞ പോലീസ് ഇപ്പോൾ എവിടെ വരെ എത്തി? അതായത് വളരെ പേടിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. കാരണം വീടിന് മുന്നിലിരിക്കുന്ന വയോധികയുടെ മാല വളരെ പെട്ടെന്ന് ഒരു കള്ളൻ പിന്നിൽ നിന്നെത്തി പറിച്ച് എളുപ്പത്തിൽ പോകുന്നു എന്നുള്ള അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ വയോധിക ഇരിക്കുന്നതിന്റെ പിൻവശത്തു കൂടിയാണ് കള്ളൻ വന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. യാക്കര സ്വദേശിനി വിജയലക്ഷ്മിയുടെ മാലയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത്. ഇതൊരു യാക്കരയിലുള്ള പ്രധാന റോഡിന് ബൈപ്പാസിന് സമീപം തന്നെയാണിത്. പക്ഷെ എങ്കിലും ഈ സമയത്ത് 7:30 എന്ന് പറയുന്ന സമയമൊന്നും ഇങ്ങനെ ഒരു മോഷണമോ അല്ലെങ്കിൽ ഒക്കെ ഒരു പ്രത്യേകിച്ചും വീടിന് മുന്നിൽ ഉണ്ടാകുമെന്നാരും പ്രതീക്ഷിക്കാത്തൊരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനൊരു മോഷണം നടന്നത്. ഏതായാലും സൗത്ത് പോലീസ് ഈ പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഉടൻ തന്നെ ഈ കള്ളനെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശരി, ഗോകുൽ VS ആണ് വിശദാംശങ്ങൾ നൽകിയത്. ശരിക്കും യഥാർത്ഥത്തിൽ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. രാത്രി 7:30 സമയത്ത് വീടിന് മുൻപിലിരിക്കുന്ന ആളുടെ പുറകിൽ കൂടി വരുന്ന മോഷ്ടാവ് സ്വർണ്ണമാലയും പറിച്ചോടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ കള്ളന് പിന്നാലെ തന്നെയാണ് പോലീസ് ഉള്ളത്.